നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നിമിഷപ്രിയ എന്ന യുവതിയുടെ ജീവന് വേണ്ടിയുള്ള മണിക്കൂറുകളായിരുന്നു ഈ പിന്നിട്ടത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ നാളെ 16-ാം തീയതി നടപ്പിലാക്കുമെന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത്. അതിന് പിന്നാലെ തന്നെ ഈ വധശിക്ഷ ഒന്ന് മാറ്റിവെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും കൊല്ലപ്പെട്ടിട്ടുള്ള യമൻ പൗരന്റെ വീട്ടുകാരുമായി സംസാരിച്ച് അത് മാറ്റിവെക്കാനുള്ള നീക്കങ്ങൾ, പറ്റാവുന്നതിൻ്റെ അപ്പുറമുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പലരും നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിലാണ് ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചു എന്നുള്ള വാർത്തകൾ വന്നത്. അതെല്ലാവരും കേട്ട് കാണും. ഏതായാലും ഇപ്പോൾ ആ ഒരു വാർത്തയിൽ സന്തോഷിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മയും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ ഭർത്താവും പ്രതികരിച്ചിരിക്കുകയാണ്. അവരും ഏറെ കാലമായി കാണാൻ പറ്റുന്നവരെയൊക്കെ കാണുക, സംസാരിക്കുക, തൻ്റെ മകളുടെ ജീവൻ എങ്ങനെയും രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ആ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ആ അമ്മയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. മകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ അങ്ങേയറ്റം ആശ്വാസമെന്നും നന്ദി പറയാൻ ഈ ജീവിതം മതിയാകില്ലെന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ദൈവം തന്നെ കൈവിടില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും നിമിഷപ്രിയയുടെ കൈ പിടിച്ച് നാട്ടിലേക്ക് വരുമെന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് യമനിലെ ആ ജയിലറകളിൽ നിന്ന് നിമിഷപ്രിയയുടെ കൈയും പിടിച്ച് തന്നെ കൊണ്ട് പുറത്തേക്ക് വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ യമൻ തലസ്ഥാനമായ ഏഥനിലാണ് ഉള്ളത്. സനയിലെ ജയിൽ നിമിഷപ്രിയയും കഴിയുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു ആശ്വാസ വാർത്ത എത്തുന്നത്. വധശിക്ഷ മാറ്റിവെച്ചതിൽ വലിയ സന്തോഷവും ആശ്വാസമുണ്ടെന്നാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാം ഭംഗിയായി വരുമെന്നാണ് ഉറച്ച വിശ്വാസമുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കഠിന പ്രയത്നത്തിലുള്ള പരിണിത ഫലമാണിത്. ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടന്ന് നിമിഷപ്രിയ നാട്ടിലെത്തുമെന്ന് തനിക്ക് 100% വിശ്വാസമുണ്ടെന്നാണ് ടോമി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലേതുപോലെ യമനിൽ ഇടപെടാനാകില്ല. അതാണ് അവ്യക്തതകൾ നിലനിൽക്കാൻ കാരണം. എങ്കിലും നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ പലരുമുണ്ട്. എല്ലാ കടമ്പകളും കടന്ന് നല്ല ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ടോമി പറഞ്ഞു. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിരന്തരം നടത്തിയ നീക്കങ്ങൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പിലും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും യമനിൽ നിന്ന് അവരുടെ നിമിഷപ്രിയയുടെ വീട്ടുകാർക്കടക്കം അതുപോലെ ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ആളുകൾക്കടക്കം തന്നെ ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും അത്തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും നടപടി എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോഴും അതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും ചർച്ചകൾ യമൻ പൗരന്റെ കൊല്ലപ്പെട്ടിട്ടുള്ള യമൻ പൗരന്റെ വീട്ടുകാരുമായി നടത്തുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായിരിക്കും അത് എന്നുള്ള ഒരു ആകാംക്ഷയും എല്ലാവർക്കുമുണ്ട്. പക്ഷേ താൽക്കാലികമായി നാളെ നടത്താനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ എന്തായാലും മാറ്റിവെച്ചിരിക്കുകയാണ്. ജയിൽ ഉദ്യോഗസ്ഥരുമായും പ്രോസിക്യൂട്ടർമാരുമായും നിരന്തരം ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ കുടുംബം വധശിക്ഷ മാറ്റിവെക്കുന്നതിനോട് യോജിച്ചിട്ടില്ലെന്നായിരുന്നു ആദ്യമൊക്കെ തന്നെ വന്നിട്ടുള്ള വിവരം. കേസ് അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ യമൻ അധികൃതർ കേസ് മാറ്റിവെക്കാൻ മാത്രമാണ് സമ്മതിച്ചിരിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. കേരളവും ഗവർണറും കേന്ദ്രവും എല്ലാവരും ഇടപെട്ട് തങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്തു. പക്ഷേ അതിനെല്ലാം ഒരു പരിമിതി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി അടക്കം പറഞ്ഞു ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ടെന്ന്. തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് പോലും തയ്യാറായിരുന്നില്ല. എന്നാൽ ചാണ്ടി ഉമ്മന്റെ അഭ്യർത്ഥനയിലൂടെയും ലോക മുസ്ലിം പണ്ഡിതരിൽ അറിയപ്പെടുന്ന ഒരാളും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ സ്നേഹിതനും ലോക പണ്ഡിതനും യമൻ സ്വദേശിയും യമനികളുടെ പ്രിയങ്കരനും ആദരണീയനുമായ ഉമബു ഹഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തലാലിന്റെ കുടുംബത്തോട് അഭ്യർത്ഥിച്ചതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു മാറ്റം. തൽക്കാലത്തേക്കാണെങ്കിലും വധശിക്ഷ മാറ്റിവെക്കുന്നു എന്നുള്ളൊരു നീക്കം ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആ വാർത്ത പുറത്തു വന്നത്. ഏതായാലും ദയാധനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കുടുംബം ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ദയാധനം വാങ്ങി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയേക്കുമെന്നുള്ള പല സൂചനകളുമുണ്ട്. എന്നിരുന്നാലും ഒരു സ്ഥിരീകരണം ഈ ഒരു മണിക്കൂറിൽ പറയാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവർക്കെല്ലാം തന്നെ പരിമിതികൾ ഉണ്ടായപ്പോൾ കാന്തപുരം ഉസ്താദ് തന്റെ സ്നേഹിതനിലൂടെ നടത്തിയ ഇടപെടൽ തന്നെയാണ് ഫലം കണ്ടത് എന്നതിൽ തർക്കമില്ല. ഈ ഒരു വേളയിൽ ഇതിന്റെ വാർത്തയൊക്കെ താഴെ വരുമ്പോൾ നിരവധി കമന്റുകളാണ് ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ട് ഇരിക്കുന്നത്. താൽക്കാലികമാണെങ്കിലും ആശ്വാസത്തിന് കാന്തപുരത്തിന് നന്ദി എന്ന് അറിയിക്കുന്നവരുണ്ട്. നന്ദി കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദിനും ഇതിന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് എല്ലാവരും പരസ്പരം സഹായങ്ങൾ വേണം. അതൊരുത്തരും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കേരള ജനത ഒറ്റപ്പെടുത്തണം. കാന്തപുരത്തിന്
ആരോഗ്യമായുസ്സും കൊടുക്കട്ടെ എന്നൊക്കെയാണ് ഈ വീഡിയോയുടെ താഴെ വരുന്ന നിരവധി കമന്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഏതായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നിമിഷപ്രിയയുടെ വീട്ടുകാർക്കും ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു മണിക്കൂറിൽ വരുന്നത്. വസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടെ യമൻ ഭരണകൂടം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുകയായിരുന്നു. അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരം ശിക്ഷ മാറ്റുകയാണെന്നും പുതുക്കിയ തീയതി പിന്നീടെന്നും വ്യക്തമാക്കുന്ന ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു. തലാലിന്റെ കുടുംബത്തിന്റെ സമ്മതം കൂടാതെയാണ് നടപടി. തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾ തുടരണമെന്നും നിർദ്ദേശമുണ്ട്. ദയാദാനത്തിലും മാപ്പ് സ്വീകരിക്കുന്നതിലും തീരുമാനമായിട്ടില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് യമനിൽ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയത്. ഇതേ തുടർന്നാണ് ആശ്വാസകരമായ തീരുമാനം പുറത്തുവന്നത്. ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനിരിക്കെയാണ് കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഈ ഒരു ആശ്വാസ വാർത്ത വരുന്നത്. സൂഫി പണ്ഡിതന്മാരുമായി നടത്തിയ ചർച്ചകൾ വിജയമാണെന്നാണ് റിപ്പോർട്ട്. മോചനത്തിനായുള്ള അവസാനവട്ട ചർച്ചകൾ അനുകൂലമായെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ദയാദനം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ചർച്ചകൾ നടന്നത്. രാവിലെ യമൻ സമയം 10 മണിക്ക് കുടുംബവുമായുള്ള യോഗം ആരംഭിച്ചിരുന്നു. സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ, യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജി, കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആക്ഷൻ കൌൺസിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചുവെന്ന് അറിയിച്ചത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്നും ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകൾ നടക്കുകയായിരുന്നു. യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ. നാളെയായിരുന്നു വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. 2017 ജൂലൈ 25-നാണ് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത്. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. വസാബിയിലെ ഷെയ്ഖ് അടക്കം ഇടപെട്ടതോടെയാണ് യമൻ ഭരണകൂടം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത്. അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരം ശിക്ഷ മാറ്റുകയാണെന്നും പുതുക്കിയ തീയതി പിന്നീടെന്നും വ്യക്തമാക്കുന്ന ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. തലാലിന്റെ കുടുംബത്തിന്റെ സമ്മതം ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഈ പറയുന്ന ദയാദനം സ്വീകരിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ഇത്രയും കാലമായിട്ടും പല രീതിയിലുള്ള ചർച്ചകൾക്ക് അവരുമായി തയ്യാറെടുക്കുമ്പോഴും അവരുമായി ചർച്ചകൾക്ക് വേണ്ടി പല ഭാഗത്തു നിന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോഴൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അവർ മുൻകൈ എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴൊന്നും ദയാധനം വേണ്ട, യമൻ പൗരനെ കൊന്നവർക്ക് വധശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഉറച്ച നീക്കത്തിൽ തന്നെയായിരുന്നു ഈ തലാലിന്റെ കുടുംബം നിലനിന്നിരുന്നത്. പക്ഷേ ലാസ്റ്റ് നിമിഷമാണ് ഇന്ന് പല രീതിയിലുള്ള മതപണ്ഡിതന്മാരുടെ അടക്കം ഇടപെടൽ മൂലമാണ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് അല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന യമൻ ഭരണകൂടം തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും അത് വരും മണിക്കൂറിൽ കൂടുതൽ അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ് പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.